الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവലോക സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ തന്നെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹരീമിലെ 11-ാമത്തെ വചനം മഹദിയായ ആസിയ ബീബി, ഫിറഔന്റെ ഭാര്യയാണ്. ഫിറഔന്റെ കൊട്ടാരത്തിൽ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ധാരാളം പീഡനങ്ങളും ധാരാളം പ്രയാസങ്ങളുമൊക്കെ സഹിച്ച് ജീവിക്കേണ്ടി വന്ന വനിതയാണ് ആസിയ ബീബി. ആസിയ ബീബിയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാൻ സാധിക്കും. ഫിറഔന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏറ്റവും സുഖസുന്ദരമായി ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞതിന്റെ പേരിൽ ധാരാളം പീഡനങ്ങളാണ് ആ മഹദിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ആ മഹദി ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് അവിടുന്ന് പ്രതീക്ഷിക്കുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ആ വചനം നമ്മളോട് വിരൽ ചൂണ്ടുന്നത്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിറഔൻ. ഫിറഔന്റെ പത്നി ആസിയ ബീബിയുടെ ഉദാഹരണം ലോകത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു വിവരിക്കുകയാണ്. ഇത് കാലത്ത്
ആ മഹിത അവിടുന്ന് വിളിക്കുകയാണ്, അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബി ബിലി ഇൻദക ബൈതം ഫിൽ ജന്ന, അള്ളാഹുവേ നീ സ്വർഗത്തിൽ എനിക്കൊരു ഭവനം, ഒരു വീട് നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ് വീട് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ മിനസ് സആദ, 4 കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് സൗഭാഗ്യമാണ് ഈ ലോകത്ത് എന്ന്. ഒന്നൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇണകൾ ഉണ്ടാവുക എന്നത് അവർക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ്. വൽ മസ്കനുൽ വാസിഅ, വിശാലമായ മനസ്സമാധാനം കിട്ടുന്ന അവരുടെ സ്വപ്നമായ ഒരു വീട് ഒരാൾക്കുണ്ടാവുക എന്നത് അവന് സൗഭാഗ്യമാണ്. വൽ ജാറു സ്വാലിഹ്, നല്ല അയൽക്കാരൻ, നല്ല അയൽവാസി. വൽ മർക്കബുൽ ഹനി, അതുപോലെ തന്നെ ധന്യമായ ഒരു വാഹനം അവനുണ്ടാവുക എന്നതും ഒരു വിശ്വാസിക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അർബഉ മിനശ് ശഖാവ, 4 കാര്യങ്ങൾ ദൗർഭാഗ്യമാണ് ഒരാൾക്ക്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന് ജാറു സൂഅ്, മോശപ്പെട്ട ഒരു അയൽവാസി ഉണ്ടാവുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. വൽ മർഅത്തു സൂഅ്, മോശമായ ഒരു ഇണയുണ്ടാവുക എന്നത് അതും അവന് ദൗർഭാഗ്യമാണ്. വൽ മസ്കനു ദയ്യിഖ്, അതുപോലെ കുടിസായ, ഇടുങ്ങിയ, സമാധാനമില്ലാത്ത ഒരു വീടുണ്ടാവുക എന്നതും അവനെ സംബന്ധിച്ചിടത്തോളം അത് ശഖാവത്താണ്. വൽ മർകബു സൂഅ്, മോശമായ ഒരു വാഹനം ഉണ്ടാവുക എന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് എന്നത് വലിയൊരു സൗഭാഗ്യമായി പഠിപ്പിച്ചതാണ്. സമാധാനത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെയൊക്കെ വീട് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി നുബുവത്ത് ലഭിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വരണ്ട് പനി പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന് വേണ്ടി മടങ്ങി ചെല്ലുന്ന ഇടം അവിടുത്തെ വീടായിരുന്നു എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുകയും ആശ്വാസവാക്കുകൾ കേൾക്കുകയും ചെയ്ത ചരിത്രം പരിശുദ്ധ ഹദീസുകളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന കാര്യം. ഒരാൾ ഒരു യാത്ര പോയാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ യാത്ര കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് യംനഹു അഹദുക്കും നൗമുഹു വതആമുഹു, ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്ര ശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യംനഹു അഹദുക്കും നൗമുഹു വതആമുഹു, അവന്റെ ഭക്ഷണം, അവന്റെ ഉറക്കം, അതൊക്കെ യാത്ര തടയും. വശറാബുഹു, അവന്റെ പാനീയം തടയും. അതുകൊണ്ട് ഫൈദാ ഖദാ അഹദുക്കും നഹ്മതഹു മിൻ സഫരിഹി ഫയുഅജ്ജിൽ റുജൂഅ ഇലാ അഹ്ലിഹി, അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ പിന്നീട് ഇങ്ങനെ അവിടെ ചുറ്റിത്തിരിയേണ്ടതില്ല, എത്രയും വേഗം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കുടുംബത്തിലേക്ക് മടങ്ങുന്നത് കൊണ്ട് അവൻ ആശ്വാസവും അതുപോലെ തന്നെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ്. പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ ഒരു സമയം, അതുപോലെ തന്നെ വലിയ ഭാരിച്ചമായ ഒരു തുക, ഇതൊക്കെ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സ്വസ്ഥമായി താമസിക്കാനുള്ള നമ്മുടെ വീടിന് വേണ്ടിയാണ് എന്നായിരിക്കും നമ്മളുടെയൊക്കെ മറുപടി എന്നത്. സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം മാറ്റിവെക്കുന്നത് വീടിന് വേണ്ടിയാണ്. വീട് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതുകൊണ്ടാണ് ഒരു വീട് വെച്ചാൽ അതിന് പേരിടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പല വീടുകളുടെയും പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ദാറുസ്സലാം എന്ന്, മസ്കൻ എന്ന്, അതുപോലെ തന്നെ ബൈത്തുർ റഹ്മ എന്ന്, സമാധാനത്തിന്റെ ഗേഹം, അല്ലേ? സ്വസ്ഥത ലഭിക്കുന്ന വീട്, വിശ്രമത്തിന്റെ ഇടം എന്നൊക്കെ നിലക്കുള്ള പേരുകൾ പലപ്പോഴായി നമ്മൾ വീടുകൾക്ക് വെക്കുന്നത് എന്താണ്? നമ്മുടെ സ്വപ്നം എന്നത് വീട് എപ്പോഴും സമാധാനമുള്ള ഇടമായിരിക്കണം എന്നതാണ്. വീട്ടിലേക്ക് ചെന്നാൽ സമാധാനം കിട്ടാത്ത അവസ്ഥയാണെങ്കിലോ വല്ലാത്തൊരു പ്രയാസകരമാണ് ആ അവസ്ഥ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കന, നിങ്ങൾക്ക് അള്ളാഹു വീടിനെ ഒരു വിശ്രമ സ്ഥലമാക്കി, ഒരു സമാധാനത്തിന്റെ ഇടമാക്കി. സക്കൻ എന്നാണ് അതിനെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീട് അതുപോലെയുള്ള ഒരു ഇടമാകണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ വീട് എങ്ങനെയുള്ളതാണ്? അവിടേക്ക് കയറിയാൽ സമാധാനം കിട്ടൂ? അതിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ, അതിന്റെ ഡൈനിങ്ങിൽ ഇരുന്നാൽ, അതിന്റെ കിച്ചണിലേക്ക് പോയാൽ, നമ്മുടെ ബെഡ്റൂമിലേക്ക് നിന്നാൽ നമുക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടുന്ന ഇടമാണോ? അതോ പൊട്ടലും ചീറ്റലും ഒക്കെയായി, വഴക്കും പക്കാണവുമായി പ്രയാസമുണ്ടാക്കുന്ന, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക വെച്ചു പുലർത്തുന്ന ഒരു വീടും അന്തരീക്ഷവുമാണോ നമ്മുടെ വീട് എന്നത് നമ്മൾ ചിന്തിക്കണം.
നമ്മുടെ വ്യക്തി രൂപീകരണത്തിന് നമ്മുടെ വീട് വളരെ അനിവാര്യമാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ, ഒരു കുട്ടി വളരുന്നത് പോലും ആ വീട്ടിന്റെ സാഹചര്യം അനുസരിച്ച് അവന്റെ വ്യക്തിത്വ രൂപീകരണത്തിന് കാരണമാകും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഹദീസിൽ, നിങ്ങൾ ഒരു കുട്ടി ഈ ഭൂമിലോകത്ത് ജനിക്കുന്നത് ഫിത്രത്തിലാണ്, അല്ലെ? എല്ലാ കുട്ടികളും, ലോകത്ത് എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നീട് അവന്റെ സാഹചര്യങ്ങളും അവന്റെ മാതാപിതാക്കളും ഒക്കെയാണ് അവനെ ഒരു യഹൂദിയാക്കുന്നത്, ഒരു അഗ്നിയാരാധകനാക്കുന്നത്, ഒരു മജൂസിയാക്കുന്നത്, അതുപോലെ തന്നെ ഒരു നല്ല വ്യക്തിയാക്കുന്നത്, ഒരു മോശം വ്യക്തിയാക്കുന്നതൊക്കെ അവന്റെ സാഹചര്യങ്ങളും അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വീട്, അതിന്റെ സാഹചര്യം, നമ്മുടെ വീട്ടിൽ വളരുന്ന മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളുടെ വീട് സമാധാനമുള്ള, ഖുർആൻ പറഞ്ഞതുപോലെ സമാധാനമുള്ള ഒരു വീടായി മാറണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? വീടിന് മോടി കൂട്ടിയത് കൊണ്ടായില്ല, ഒരുപാട് പണം ചെലവഴിച്ച് വലിയ കൊട്ടാരം ഉണ്ടാക്കിയത് കൊണ്ടായില്ല. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന വീടാകണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത്, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവേശിക്കുക എന്നുള്ളതാണ്. എത്ര ആളുകൾ അത് ചെയ്യാറുണ്ട് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര തവണ ഒരു ദിവസം തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ട്? ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കയറണം. ഇതാ വലജ റജുലു ബൈതഹു ഫൽയഖുൽ, വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, തന്റെ അഹ്ലുകാരിടത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി, അവിടുന്ന് പുറപ്പെടുന്നതിന്റെയും പ്രവേശിക്കുന്നതിന്റെയും ഖൈറിനെ അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലെ? അങ്ങനെ ഖൈറിനെ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുന്ന ഒരാളുടെ വീട് സമാധാനമുള്ള വീടായി മാറും. ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കണം. ബിസ്മി ചൊല്ലിയാൽ എന്താണ് മഹത്വം? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹു ഇൻദ ദുഖൂലിഹി, ഒരാളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവേശിച്ചാൽ, ഇൻദ തുആമിഹി, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ, ഖാല ശൈത്വാൻ ലാ മബീത ലക്കും വലാ ഗശാഅ, പിശാച് പറയും. പിശാച് എന്താ പറയാ? ഇന്നിവിടെ ഭക്ഷണമില്ല, ഇന്നിവിടെ താമസമില്ല. ബിസ്മി ചൊല്ലിയാൽ പിശാചിന് അവിടെ കളിയാടാൻ കഴിയില്ല, പിശാചിന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ആ പിശാച് ആ നിലക്കുള്ള നിരാശ പ്രകടിപ്പിക്കുമെന്നാണ്. വൈദാ ദഖല വലം യദ്കുറുല്ലാഹ ഇൻദ ദുഖൂലിഹി, ഇന്നൊരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയില്ല, എന്നാൽ ഖാല ശൈത്വാൻ, പിശാച് പറയും, അദറക്തുമുൽ മബീത ഇദാ ലം യദ്കുറുല്ലാഹ ഇൻദ തുആമിഹി ഖാല അദറക്തുമുൽ മബീതൽ ഗശാഅ, ഇന്നിവിടെ ഭക്ഷണവുമുണ്ട്, ഇന്നിവിടെ താമസവുമുണ്ട് എന്ന ആശ്വാസം പിശാചിനുണ്ടാകുമെന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, നമ്മളുടെ അഹലുകാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചിന് അവിടെ സ്ഥാനം കൊടുക്കാതിരിക്കുക. അതിനെന്ത് ചെയ്യണം? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കണം, നമ്മൾ ബിസ്മി ചൊല്ലി പ്രവേശിക്കണം എന്നുള്ളതാണ്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, ഏതാവശ്യത്തിനാകട്ടെ പുറത്തേക്ക് പോകുമ്പോൾ, ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പ്രാർത്ഥന നിർവഹിക്കണം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരാൾ അവിടുന്ന് പുറത്തു പോയാൽ, പ്രവാചകൻ പറയാണ്, മറ്റുള്ളവരുടെ തിന്മയിൽ നിന്ന് നീ തടയപ്പെട്ടു, അതുപോലെ നീ സംരക്ഷിക്കപ്പെട്ടു, നീ സന്മാർഗം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തൻഹാ അൻഹു ശൈത്വാൻ ഫയഖൂലു ശൈത്താനുൽ ആഖിർ, അപ്പോൾ ആ പിശാച് മറ്റുള്ള കൂട്ടാളിയോട് പറയും, കൈഫലക ബിറജുലിൻ ഖദ് ഹുദിയ വഖുഫിയ വവുഖിയ, ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട, ഇങ്ങനെ തിന്മകൾ തടയപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെ വഴിതെറ്റിക്കാൻ കഴിയും എന്ന നിരാശ അവിടുന്ന് ഉണ്ടാകും എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ നമ്മൾ നിർവഹിക്കേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതെല്ലാവർക്കും അറിയുന്ന ദിക്റാണ്, പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ എത്ര ആളുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ മൂന്നാമത്തെ വിഷയം, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞ് പ്രവേശിക്കണം. അഹലുകാരോട്, ഈ വീട്ടിൽ ആളില്ലെങ്കിലും സലാം പറയണം എന്ന ചർച്ച പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ 61-ാമത്തെ വചനമാണ്.
അള്ള പറഞ്ഞതാണ്, നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫസല്ലിമു അലാ അൻഫുസിക്കും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ ത്വയ്യിബ, ഏറ്റവും അനുഗ്രഹപൂർണമായ ഏറ്റവും നല്ല വാക്ക് സലാം പറഞ്ഞുകൊണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട്, വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കണം. സലാം പറയാതെ പ്രവേശിക്കരുത് എന്ന് റസൂലുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞു, യുസ്തഹബ്ബു അൻ യഖൂലു ഇദാ ദഖല ബൈതിഹി, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ചെല്ലൽ സുന്നത്തായ മുസ്തഹബായ കാര്യമാണ്. അവിടെ വീട്ടിൽ ആളില്ലെങ്കിലും അതെന്ത് ചെയ്യുക? നിങ്ങൾ സലാം പറഞ്ഞ് പ്രവേശിക്കണം എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നാലാമത്തെ വിഷയം, ഓരോന്നും നമ്മൾ എണ്ണമിട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടും എന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തെ വിഷയം പല്ല് തേക്കുക എന്നുള്ളതാണ്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സഅല ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബി വീട്ടിലേക്ക് വരുമ്പോ യാത്ര പോയിട്ടും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആദ്യമായി ചെയ്ത കാര്യം എന്താണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാലത്ത് മിസ്വാക്ക്, പ്രവാചകൻ അവിടുന്ന് മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. അല്ലാതെ പോയി സംസാരിക്കുകയും അത് ഭാര്യയുമായി ഇടപഴകുകയും അതുപോലെ മാതാപിതാക്കളുമായി ഒക്കെ കൂടിയിരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി മിസ്വാക്ക് ചെയ്യണം. അതൊരു സുന്നത്തായ കാര്യമാണ്, അത് നമ്മൾ നിർവഹിക്കണം എന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ വീട് എപ്പോഴും ദിക്റുകൾ കൊണ്ട് ശബ്ദമുയരുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വീടായി മാറണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മസലുൽ ബൈത്തില്ലദി യുദ്കറല്ലാഹു ഫീഹി വൽ ബൈത്തുല്ലദി ലാ യുദ്കറല്ലാഹു ഫീഹി, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടും അള്ളാഹുവിനെ സ്മരിക്കാത്ത ദിക്റുകളില്ലാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അതിന്റെ ഉദാഹരണം മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, മരിച്ചവനും ജീവിച്ചവനും പോലെയാണ്, മരിച്ചവനെ പോലെയാണ്, അല്ലെ? അങ്ങനത്തെ വീടാണ് അള്ളാഹുവിനെ സ്മരിക്കാത്ത വീട്. അള്ളാഹുവിനെ സ്മരിക്കുന്ന വീട് ജീവനുള്ളവനെ പോലെ, അത്ര വലിയ വ്യത്യാസം അത് തമ്മിലുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. വീട്ടില് നമുക്ക് സമാധാനം ഉണ്ടാകും, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഇത്ര പണം നമ്മൾ വീട്ടിൽ ചെലവഴിച്ചത് എന്തിനാണ് ഇത്ര സമയം നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചത്? എന്തിനാണ് നമ്മളെ വീട് ഇത്ര മാത്രം നമ്മൾ അലങ്കരിച്ചത്? ഇതെല്ലാം വീട്ടിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അതിന്റെ ഏത് ഇടങ്ങളിൽ പോയിരുന്നാലും നമുക്കൊരു സമാധാനം കിട്ടണം. വീട്ടിലേക്ക് കയറി സമാധാനം കിട്ടാത്ത അവസ്ഥ എത്ര പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ദിക്റുകൾ നിങ്ങളുടെ വീടുകൾ നിർവഹിക്കണം. അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ യഥേഷ്ടം എപ്പോഴും നിർവഹിക്കാം. അത് നമ്മൾ നിർവഹിക്കണം. അതിനോടൊപ്പം വീടുകളിൽ നിർവഹിക്കാൻ പറഞ്ഞ ചില ദിക്റുകളുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്റുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബത്തി വൽ ഖബായിസ് എന്നടങ്ങുന്ന ആ ഒരു പ്രാർത്ഥനയുണ്ട്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാല് വെച്ചിട്ട് ഇത് ചെയ്തിട്ടാണ് കയറേണ്ടത്. അതുപോലെ അവിടുന്ന് ഇറങ്ങുമ്പോഴുണ്ട്. അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഉറങ്ങുമ്പോഴുണ്ട്. അതുപോലെ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, അതുപോലെ ഉണരുമ്പോഴുണ്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശൂർ. ഇതൊക്കെ നമുക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ഇതൊക്കെ വീടുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിർവഹിക്കേണ്ടതായ കാര്യങ്ങളാണ്. എന്തിനേറെ പറയുന്നു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അതും അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് അങ്ങനെ ദിക്റുകൾ നിറഞ്ഞ ഒരു വീടായി മാറിയാൽ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടും. മസ്കൻ എന്ന ഖുർആൻ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറും. അതുപോലെ ആറാമത്തെ വിഷയം, നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം. എത്ര വീടുകളിൽ ഇന്ന് ഖുർആൻ പാരായണം നടക്കുന്നുണ്ട്? ഖുർആനിന്റെ പതിപ്പുകൾ, ഖുർആൻ എത്ര വീടുകളിൽ ഉണ്ട്? നമ്മുടെ മൊബൈലുകളിൽ ഉണ്ടല്ലോ, അതിന്റെ ആപ്പുകൾ ഉണ്ട്. ഖുർആനിന്റെ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ മൊബൈലുകളിലെല്ലാം ഉണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, കേവല പാരായണവും പഠനവും ഉച്ചാലോചനയും ഒക്കെ നമ്മുടെ വീടുകളിലും നടക്കണം, പള്ളികളിൽ നടക്കണം. അതോടൊപ്പം നമ്മുടെ വീടുകളിലും അത് നടക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഖബർ എന്ന് പറഞ്ഞാൽ ശ്മശാന മൂകതയാക്കരുത്. ഖബറുകളിൽ ഖുർആൻ പാരായണം പാടില്ല എന്നതുകൊണ്ട് തന്നെ അതുപോലെ ആകരുത് നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഇല്ലാതിരിക്കരുത്. വീടുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ഉണ്ടാകണം. കാരണം ഇന്ന ശൈത്വാന യൻഫിറു മിൻ ബൈത്തില്ലദി തുഖ്റഉ ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ്, അവനവിടെ ഒരിക്കലും വസിക്കാൻ കഴിയില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, വീട്ടിൽ ഖുർആൻ പാരായണം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം.
സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ കലാം, ആ വചനങ്ങൾ, ആ വചനാമൃതങ്ങൾ, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് പാരായണം ചെയ്യണം. പിശാച് അവിടെ നിന്ന് വിരണ്ടോടുന്നതാണ്. നമുക്ക് അതിനൊന്നും സമയമില്ല. എത്രയോ സമയം മൊബൈലിൽ ഇങ്ങനെ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത്, എത്രയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെലവഴിക്കാൻ സമയമുണ്ട്. കല്യാണത്തിന് പോകാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ സമയമുണ്ട്, മറ്റ് വസ്ത്രങ്ങൾ വാഷ് ചെയ്യാൻ സമയമുണ്ട്. ഇതിനൊക്കെ സമയമുണ്ട്. പക്ഷേ ഖുർആൻ ഓതാൻ, സൂറത്തുൽ ബഖറ ഓതാൻ, സൂറത്തുൽ മുൽക്ക് ഓതാൻ ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ലല്ലോ. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്ന വീടുകൾ എത്ര വീടുകളുണ്ട്, എത്ര ആളുകൾ അത് പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കള് നീണ്ട മണിക്കൂറുകൾ പഠിക്കുന്നില്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവരെ കൊണ്ട് എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ ശീലിപ്പിക്കാൻ അത്തരം ഒരു തർബിയത്ത്, എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആന്റെ പാരായണം, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ടോ എന്നത് ആത്മാർത്ഥമായി നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ നാവിലൂടെ മൂളിപ്പാട്ടുകളും സിനിമാ പാട്ടുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അതൊക്കെ മനഃപ്പാടമാക്കി എപ്പോഴും അതൊക്കെ പാടി നടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഖുർആനിന്റെ ആയത്തുകൾ എത്ര മക്കളുടെ നാവുകളിലൂടെ വരുന്നുണ്ട് എന്നത് ചിന്തിക്കണം. നമ്മുടെ മക്കൾ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന, അത് പഠിക്കുന്ന മക്കളായി വളരണം. നമ്മുടെ വീടുകൾ അങ്ങനെയുള്ള വീടാകണം, സമാധാനമുള്ള വീടാകണം, മസ്കനായി മാറണം. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രമാത്രം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി ബൽ ബി അൽഫി ആമിൻ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയ ചില വചനങ്ങളുണ്ട്. അതിൽ നിന്ന് 2 ആയത്തുകൾ കൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൻസല മിൻഹു ആയതൈൻ ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ അവസാനിച്ചത് അത് ആമന റസൂലാണ്. സഹോദരങ്ങളെ, ആ ആമന റസൂല് അത് വീട്ടിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, 3 രാവുകളിൽ ആ വീടിനോട് ശൈത്താൻ, പിശാച് അടുക്കുക പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ 7ാമത്തെ വിഷയം സുന്നത്ത് നമസ്കാരം, വീട്ടിന്റെ വിഹിതങ്ങൾ. വീടിന് ചില വിഹിതങ്ങളുണ്ട്. ഫർദ് നിസ്കാരം പള്ളിയിലാണ് പുരുഷന്മാർക്ക് നിർബന്ധം, സ്ത്രീകൾക്ക് അനുവദനീയമാണ്. വീടുകൾക്ക് നമസ്കാരത്തിന് ചില വിഹിതങ്ങളുണ്ട്. അത് ഫർദ് നിസ്കാരമല്ല, അത് സുന്നത്തായ നമസ്കാരങ്ങളാണ്. അല്ലെ, അത് നമ്മുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വസല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതിക്കും, ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിക്കണം. ഇന്ന അഫ്ളല സ്വലാത്തി സലാത്തുൽ മർഇ ഫീ ബൈതി ഇല്ലൽ മക്തുബ. ഫർളല്ലാത്ത സുന്നത്തായ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതിന് അഫ്ളലാണ്, അത് ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെ, നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഒരു 11 മണിയാകുമ്പോ അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോ അതൊന്ന് അവസാനിപ്പിച്ച് വുളൂ ചെയ്ത് ദുഹാ നമസ്കരിക്കുക. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ രാത്രി നിസ്കാരം നിർവഹിക്കും. എന്നിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങൾ കഴിഞ്ഞ് അവസാന സമയത്ത് വിത്തറാകുമ്പോ അല്ലെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുണർത്തും. എന്നിട്ട് വിത്തറിന് അവർ ഒരുമിച്ച് നമസ്കരിക്കും. സഹോദരങ്ങളെ, വിത്തറാക്കും. ഇതുപോലെ ആ നിലക്കുള്ള ഒരു നിസ്കാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. രാത്രി നമസ്കാരവും സുന്നത്തായ നിസ്കാരങ്ങളും. അല്ലെ, പള്ളിയിൽ വന്ന് ഫർദ് നിസ്കരിച്ചിട്ട് റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ പോയി നിസ്കരിക്കണം. വലിയ മഹത്വം അതുകൊണ്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അല്ലെ, മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കുന്നതിന്റെ മഹത്വം എന്താണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത്ഭുതകരമായ പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറമിൽ മറ്റു പള്ളികളെക്കാൾ 1,00,000-ലധികം പ്രതിഫലം കിട്ടും ഒരു വഖത്തിന്. ആ പള്ളിയിൽ നിസ്കരിച്ച, സുന്നത്ത് നിസ്കരിച്ച സഹാബത്തിനോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ സുന്നത്തുകൾ വീട്ടിൽ നിസ്കരിക്കൂ, അതാണ് അഫ്ളൽ എന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സുന്നത്ത് നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം ഉണ്ടാകും എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, സുന്നത്തായ നമസ്കാരങ്ങൾ അത് വീടുകളിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. വീടുകൾ നമസ്കാരമില്ലാത്ത ഇടങ്ങളാക്കി ഇടരുത്. ഇജ്അലു ഫീ ബുയൂതിക്കും ഫീ സലാത്തിക്കും വലാ തത്തഖിദു ഖുബൂറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളെ ഖബറുകളാക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറുകളാക്കെന്ന് പറഞ്ഞാൽ ഖബറുകളിൽ നിസ്കാരം പാടില്ല. അതുപോലെ നിസ്കാരമില്ലാത്ത വീടാണെങ്കിൽ അത് ഖബർ പോലെയാണ്, ശ്മശാനമാണ്. അതങ്ങനെയാകരുത്. അവിടെ വീടുകളിലും സുന്നത്തുകൾ നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ 8ാമത്തെ വിഷയം, സഹോദരങ്ങളെ, രാത്രിയിൽ വിസ്മി ചൊല്ലി കഥ കടക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും കഥകൾ അടയ്ക്കാറുണ്ട്, വാതിലുകൾ അടയ്ക്കാറുണ്ട്. പക്ഷെ വിസ്മി ചൊല്ലി കഥ അടയ്ക്കുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അംസൈത്തും അല്ലെ ജുനുഹല്ലൈലി, രാത്രിയായാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുക. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വാതിലുകൾ അടയ്ക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടയ്ക്കപ്പെട്ട വാതിൽ പിശാചിന് തുറക്കാൻ സാധിക്കുകയില്ല.
പിശാച് കറങ്ങി നടക്കും. അത് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. വീട്ടിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് പിശാച്. ആളുകൾ തമ്മിൽ തെറ്റിക്കാൻ അതവന്റെ വലിയ ലക്ഷ്യമായി അവൻ കണ്ട വിഷയമാണ്. അതിലവർ സന്തോഷിക്കുമെന്നാണ്. ആരെങ്കിലും തമ്മിൽ തെറ്റിച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിച്ചാൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റിച്ചാൽ, ഇല്ലേ, അതുപോലെ മരുമക്കളും അതുപോലെ മാതാപിതാക്കളും തമ്മിൽ തെറ്റിച്ചാൽ അതിലൊക്കെ വലിയ സന്തോഷം കണ്ടെത്തുന്നവരാണ് പിശാച്. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുപോലെ രാത്രിയിൽ ബിസ്മി ചൊല്ലി പാത്രങ്ങൾ, വെള്ളപാത്രങ്ങൾ അടയ്ക്കുക. അതുപോലെ തന്നെ ഭക്ഷണപാത്രങ്ങൾ അടച്ചു വെക്കുക, അത് തുറന്നിടരുത്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന് ആഫിയത്ത് നഷ്ടപ്പെടാൻ, ആരോഗ്യം നഷ്ടപ്പെടാൻ അത് കാരണമാകും. രോഗങ്ങൾ വന്നാൽ മനസ്സമാധാനം നഷ്ടപ്പെടും. അതൊക്കെ പല നിലക്കുള്ള സാംക്രമിക രോഗങ്ങളും ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ രാത്രിയായാൽ പാത്രങ്ങൾ അടച്ചു വെക്കുക. വെള്ളമുള്ള, അല്ലെ, നമ്മുടെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ, ടോയ്ലറ്റിലൊക്കെ ആണെങ്കിലും ബക്കറ്റൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചിട്ട് പോകരുത്. എന്നിട്ട് രാവിലെ വന്നത് ഉപയോഗിക്കരുത്. അത് അടച്ചു വെക്കണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസാരമായി കാണുന്ന കാര്യങ്ങളാണ്, പക്ഷേ അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ വളരെ വലുതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന് അനിവാര്യമാണ് എന്ന് പ്രവാചകൻ വഹി കൊണ്ട് സംസാരിച്ച പ്രവാചകനാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി നമസ്കാരം വീട്ടിൽ നിർവഹിക്കുക എന്ന് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. രാത്രി നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് വലിയ, രാത്രി എന്നത് വലിയ അനുഗ്രഹമാണ്. അത് രാത്രി നിസ്കാരത്തിലൂടെ നേടാവുന്നതാണ്. അത് നമ്മുടെ വീട്ടിൽ നിർവഹിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിർവഹിക്കുക. അതിന് ഫളലുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മനിസ്തൈഖള മിനൽ ലൈൽ, രാത്രിയിൽ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഉണർത്തി ഒരു ഭാര്യ ഭർത്താവിനെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ അതിങ്ങനെ വെള്ളം കുടഞ്ഞ് ഉണർത്തി അവർ രണ്ടുപേരും രാത്രി നമസ്കരിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് മിനദ്ദാക്കിരീൻ അല്ലാഹു വദാക്കിറാത്ത്, അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. ദാക്കിരീൻ അല്ലാഹു വദാക്കിറാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേക പദവി സ്വർഗത്തിൽ ലഭിക്കുന്ന ആളുകളാണ്. അള്ളാഹു പ്രത്യേക കാറ്റഗറിയായി തിരിച്ചവരാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറഞ്ഞവരാണ്. അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മറ്റു റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതാരാണ്? രാത്രിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നമസ്കരിക്കുന്നവർ. മുഖത്ത് വെള്ളം കുടഞ്ഞ് അത് ഉണരുന്നില്ലെങ്കിൽ ആ നിലക്ക് ഉണർത്തി രണ്ടുപേരും നമസ്കാരമുണ്ടായാൽ ആ വീട്ടിൽ അത് സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാൻ, കളിയാടാൻ സാധിക്കുമെന്നതുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലെ, നമ്മുടെ മക്കള് സ്കൂളിൽ പോകാതെ കടന്നാൽ നമ്മൾ മുഖത്ത് വെള്ളം കുടയും. അതുപോലെ തന്നെ ജോലിക്ക് പോകാതെ കടന്നാൽ നമ്മള് മാതാപിതാക്കൾ മക്കളുടെ മുഖത്ത് വെള്ളം കുടയും. അതുപോലെ കല്യാണത്തിന് പോകണം, ആ സമയത്ത് മക്കൾ കിടന്ന് ഉറങ്ങിയാൽ അവരുടെ മുഖത്ത് വെള്ളം കുടയും. അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കുള്ള ഒരു ജാഗ്രതയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ സുബഹിയായാൽ പോലും ചിലര് വിളിക്കൂല, അവർ ഉറങ്ങിക്കോട്ടെ, ക്ഷീണമല്ലേ എന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ ഭൗതികമായി സ്നേഹമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതൊരു സ്നേഹമല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. നരകത്തീയിലാണ് അവർ കിടന്നുറങ്ങുന്നത് എന്ന് ചിന്തിക്കണം. നമസ്കാരം നിർബന്ധമായവരെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കുക എന്നത്, ആ സുബഹിന്റെ സമയപ്പോ നല്ല തണുപ്പല്ലേ, മഴയല്ലേ, എന്നാ കടന്ന് ഉറങ്ങിക്കോട്ടെ, എണീക്കുമ്പോൾ നമസ്കരിച്ചോളും എന്നൊക്കെ ധരിക്കുന്നത് ഒരിക്കലും സ്നേഹമല്ല എന്ന് മനസ്സിലാക്കണം. ലോകത്തിനോട് ഏറ്റവും സ്നേഹമുള്ള പ്രവാചകൻ ഇല്ലേ, തീയിലേക്ക് അടുത്തുപായുന്ന ആ പ്രാണികളെ പിടിച്ചകറ്റുന്നവനെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അത് അകറ്റി ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഒരു കുടുംബനാഥന്റെ ഏറ്റവും വലിയ കുടുംബത്തോടുള്ള സ്നേഹം എന്നത് നമ്മൾ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. രാത്രി കാലങ്ങളിലൊക്കെ ദീർഘമായി താമസിക്കുകയാണ്, മൊബൈലിലും ടിവിയിലും ഒക്കെ കുടുംബത്തോടൊപ്പം ഇരുന്ന് പല വെബ് സീരീസുകളും കണ്ട് പേടിപ്പെടുത്തുന്നതും കുട്ടികളൊക്കെ ഭയപ്പെടുകയാണ്. മാതാപിതാക്കളുടെ ഒപ്പം ഇരുന്നാണ് ഇതൊക്കെ കാണുന്നത്. മൊബൈലുകളിൽ എത്രയോ സമയങ്ങളാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്നിട്ട് അവസാനം രാവിലെ സുബഹിക്കും എണീക്കാതെ, രാത്രിയുമില്ലാതെ, രാത്രി നമസ്കാരവും ഇല്ലാതെ ഒക്കെ കഴിഞ്ഞുകൂടി വീട്ടിലെ അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതോടൊപ്പം 11ാമത്തെ വിഷയം, കുടുംബത്തിൽ നീചവൃത്തികൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പല പ്രവർത്തനങ്ങളും, അനാവശ്യങ്ങൾ, ഹറാമുകൾ, ഇല്ലേ, നീചവൃത്തികൾ പലതും പ്രകടമായും അതുപോലൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ അത്തരം കാര്യങ്ങളെ സമ്മതിച്ചു കൊടുക്കാൻ കുടുംബനാഥന്മാർ തയ്യാറാകാൻ പാടില്ല. ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിട്ടുണ്ട്. തലാസത്തുൻ, 3 വിഭാഗം ആളുകൾക്ക്. ആരാണ് ആ 3 വിഭാഗം? ഒന്ന് മുദ്മിനുൽ ഖംറാണ്, മുഴുകുടിയനാണ്, കള്ളുകുടിയനായ മനുഷ്യനാണ്. വൽ ആഖ്, അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാണ്. അവർക്കും സ്വർഗം ഹറാമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തത് ആരാണെന്ന് അറിയോ? അദ്ദയ്യൂസ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. കുടുംബത്തിൽ അനാവശ്യങ്ങൾ നടക്കുമ്പോ എല്ലാത്തിനും മൗനസമ്മതം.
മൊബൈൽ TV എടുത്തു കൊടുത്തു, കേബിൾ എടുത്തു കൊടുത്തു, മൊബൈൽ എടുത്തു കൊടുത്തു, നെറ്റ് ചാർജ് ചെയ്തു കൊടുത്തു, വൈഫൈ എടുത്തു കൊടുത്തു. അവര് മക്കളും ഭാര്യയും കുടുംബവും എല്ലാം കണ്ട് ആസ്വദിക്കുന്നു ഹറാമുകള്. അവരുടെ വസ്ത്രങ്ങൾ ഏതുമാകട്ടെ അതൊക്കെ കണ്ണയച്ച് അതൊരു പ്രശ്നമല്ലാതെ നിസാരവൽക്കരിച്ച് നമ്മൾ പോകണം. നമ്മുടെ പെൺമക്കൾ കോളേജിലേക്ക് ശരീരം മറയ്ക്കാതെ പോകുമ്പോൾ അതൊക്കെ കണ്ണയച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അറിയുക, ദയ്യൂസ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നടക്കുന്ന തിന്മകളെ കണ്ണയച്ചു കൊടുക്കുന്നവൻ, അതിനെ തടയാത്തവൻ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ ഹറാമുകളാണ് കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണം വന്നാൽ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ്, അതുപോലെ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ്, അതുപോലെ എന്തൊക്കെ തോന്നിയവാസങ്ങൾ ഇന്ന് സമൂഹത്തിൽ പുതുതായി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഈ മുതിർന്ന ആളുകൾ കണ്ണയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ, അതിലൊക്കെ അതിന്റെ കൂടെ കൂടി പോകുന്ന ഒരവസ്ഥകൾ ഇല്ലേ സഹോദരങ്ങളെ, അവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. തിന്മകൾക്കെതിരെ നിൽക്കാൻ ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും തിന്മകൾക്കെതിരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ സമരം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയണം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വീടിനകത്ത് നായയെ വളർത്തുന്ന സ്വഭാവം ചില ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ ചിത്രങ്ങൾ അല്ലെ, ജീവനുള്ളതിന്റെ ചിത്രങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥ അല്ലെ, മരണപ്പെട്ടു പോയവരോടുള്ള സ്നേഹം, ചിലര് ചിത്രമൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കുന്നുണ്ട്. മരണപ്പെട്ടവരുള്ള ബാധ്യത അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവരുടെ ഫോട്ടോ വീട്ടിൽ വെച്ചത് കൊണ്ട് സ്നേഹമാകില്ല, അവിടെ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല. വീട്ടിന്റെ ഉള്ളിൽ ജീവനുള്ളതിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന വീടുകളിൽ അവിടെ മലക്കൾ പ്രവേശിക്കുകയില്ല എന്നതാണ്. പലപ്പോഴും പല ട്രോഫികളിലും അതുപോലെ തന്നെ പല സമ്മാനങ്ങൾ, ഇപ്പൊ A+ ഒക്കെ കിട്ടുമ്പോൾ പലയിടത്തുനിന്നും പല കുട്ടികൾക്കും പല അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഒക്കെ കിട്ടും. അതിന്റെ ഭാഗമായി അവരുടെ ഫോട്ടോ വെച്ച പലതും ലഭിക്കും. അതൊക്കെ വീട്ടിൽ ഇങ്ങനെ ഷോക്കേസിൽ പ്രദർശിപ്പിക്കുക. സഹോദരങ്ങൾ, ആ വീടുകളിൽ അങ്ങനെ പ്രദർശിപ്പിക്കുന്നത് ആ വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ. ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീ ഖൽബിൻ വലാ സൂറത്തുൻ. അത്തരം ഹൽക്കുകൾ അഥവാ അള്ളാഹു ജീവനുള്ള സൃഷ്ടിപ്പ് എന്നതാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരം നടത്തുന്ന വീടുകളിൽ അതുപോലെ തന്നെ നായകളെ വളർത്താൻ അനുവദിക്കാതെ എങ്ങനെയാണ്? ഇപ്പൊ കാവലിന് വേണ്ടി നായ വളർത്താം, അത് വീടിൽ നിന്ന് അകലെയാക്കണം, അതിന് ചില മര്യാദകളുണ്ട്. അതൊന്നുമില്ലാതെ വീട്ടിലെടുത്ത് ആ നിലക്ക് വളർത്തുന്ന അവസ്ഥകൾ, ആഡംബരത്തിന് വേണ്ടിയൊക്കെ വളർത്തുന്ന രീതികൾ, അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരങ്ങളെ, 13ാമത്തെ വിഷയം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തിന്മകൾ ഒഴിവാക്കണം, എല്ലാ ഹറാമുകളും ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലമ്മാ റആഹു ഹതഖഹു വതലവന വജ്ഹഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടെ ഒരു വിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടിങ്ങനെ ജനൽ മറച്ചു, അതിൽ ജീവനുള്ളതിന്റെ ചിത്രമുണ്ടായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ മുഖം മാറി എന്നാണ് കാണാൻ കഴിയും. തിന്മകളോട് പ്രവാചകന്റെ സമീപനം അങ്ങനെയാണ്. തിന്മകൾ കാണുമ്പോൾ പ്രവാചകന്റെ മുഖം മാറും എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ അതെടുത്ത് മുറിച്ചു, അത് തലേണയായി ഉപയോഗിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല, ജീവനുള്ളതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലദീന യുദാഊന ബിഖൽഖില്ല, അള്ളാഹു സൃഷ്ടിച്ചതിന് ആ നിലക്ക് തുല്യതപ്പെടുത്തുന്ന സ്വഭാവമാണ് അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വീട് നിർമ്മിക്കുമ്പോൾ പോലും ആളുകൾ ചെയ്തു കൂട്ടുന്ന ധാരാളം അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അനാചാരങ്ങൾ. വീട് പണി തുടങ്ങുമ്പോൾ തന്നെ കന്നിമൂലയുടെ പ്രശ്നം പറഞ്ഞ് വീടിന്റെ ബാത്റൂം പൊളിക്കുക, അതിന്റെ സിറ്റ് ഔട്ട് പൊളിക്കുക, അതുപോലെ റൂം മാറ്റി നിർമ്മിക്കുക. ഇതൊക്കെ മറ്റുള്ള ആളുകളുടെ അന്ധവിശ്വാസങ്ങൾ. വിശ്വാസി വൈബിയായി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, തൗഹീദിൽ അടിയുറച്ചൊരു വിശ്വാസിക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക? കന്നിമൂലയുടെ പ്രശ്നം പറയുക, വാതിൽ ഇങ്ങോട്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം പറയുക, അതൊക്കെ പറഞ്ഞിട്ട് പല അന്ധവിശ്വാസങ്ങളും ഇന്ന് സമൂഹത്തിലേക്ക് നടമാടിക്കൊണ്ടിരിക്കണം. പാല് കാച്ചി എന്ന് പറഞ്ഞിട്ട് പാല് കാച്ചി ഇങ്ങനെ പുറത്തേക്ക് അതിങ്ങനെ പോവുക, അതിലെന്തോ ബർക്കത്ത് കാണുക. സഹോദരങ്ങളെ, എവിടുന്നാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ച് ആ വീട്ടിലേക്ക് സമാധാനപൂർവ്വം പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ താമസിക്കുക എന്നല്ലാതെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീടുകളിൽ ശിർക്കും കുഫറും ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും നടമാടാൻ പാടില്ല. പല നിലയ്ക്ക് മേലസും അതുപോലെ തകിടും ഒക്കെ കെട്ടിത്തൂക്കുകയും അതൊക്കെ മറ്റെന്തോതിനേക്ക് ഭയപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന പല സ്വഭാവങ്ങളും പല ആളുകളിലും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ നിലയ്ക്ക് ഇതൊക്കെ പാലിച്ചുകൊണ്ട്, ഇസ്ലാമിക നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നമ്മൾ മുന്നോട്ട് പോയാൽ
നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഖുർആൻ പറഞ്ഞതുപോലെ സക്കനൻ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നല്ല ഒരു വീടിനെ നമുക്ക് നേടിയെടുക്കാൻ സഹോദരങ്ങളെ സാധിക്കും. 13 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവേശിക്കുക. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തു പോകണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പ്രാർത്ഥന നിർവഹിക്കുക. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. ആദ്യമായി പല്ല് തേക്കുക. അതുപോലെ തന്നെ വീടുകളിലെ ദിക്റുകൾ, അള്ളാഹുവിന്റെ ദിക്റുകൾ അത് ഉണ്ടാവുക. വീടുകൾ വെച്ച് നമസ്കരിക്കുക. വീടുകളിൽ ഖുർആൻ പാരായണം നിർവഹിക്കുക. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലി കതകടക്കുക. ബിസ്മി ചൊല്ലി പാത്രങ്ങൾ അടയ്ക്കുക. രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുക. നീചവൃത്തികൾ, അനാവശ്യങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതെല്ലാം ഇബാദത്താക്കി മാറ്റാൻ കഴിയും. നമ്മൾ വീട് നിർമ്മിച്ചതിന്റെ പ്രയാസം ഇതിലില്ല, ഇത് നിർവഹിക്കുന്നതിനില്ല. അതുപോലെ വീട് അലങ്കരിക്കുന്നതിന്റെ പ്രയാസം ഇതിലില്ല. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിന്റെ പ്രയാസം നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനില്ല. നമ്മൾ സമ്പാദിക്കുന്നതിന്റെ പ്രയാസങ്ങളോ അത്തരം റിസ്കുകളൊന്നും ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനില്ല. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിച്ചു നോക്കൂ. നമ്മുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. ഏറ്റവും നല്ല ഒരു വീട്, അത് സമാധാനത്തോടു കൂടി ഒരു കുടുംബജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയും. അല്ലാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ ഉണർത്തുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ പഠനം അതൊരു വിശ്വാസിക്ക് ഇഹലോക പരലോക വിജയത്തിന് അനിവാര്യമാണ്, നിദാനമാണ് എന്നത് നമുക്കറിയാം. മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. ഖുർആൻ സുരക്ഷിതത്വമാണ്, ഖുർആൻ സമാധാനമാണ്, അനുഗ്രഹമാണ്. ഖുർആൻ നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള തെളിവാണ്, അല്ലെ? അതിനുള്ള നെസ്സാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ അതിന്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും അള്ളാഹു വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും വിലക്കുകൾ വെടിയുകയും അതിന്റെ വാക്കുകൾ, അതിന്റെ കലാമുകൾ സത്യപ്പെടുത്തുകയും അദൃശ്യമായ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും മുൻഗാമികളുടെ മുൻ സമൂഹത്തിന്റെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യം. ഖുർആൻ എന്നത് കേവലം പാരായണത്തിനുള്ള ഗ്രന്ഥം മാത്രമല്ല, കേവലം പാരായണത്തിന് പോലും പ്രതിഫലമുണ്ട്. 114 അധ്യായങ്ങളിൽ 6000 ചില്ലുവാനും ആയത്തുകൾ, 6236 ആയത്തുകളിൽ 3 ലക്ഷത്തിലധികം അക്ഷരങ്ങളുള്ള പരിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ ഓരോ അക്ഷരം പാരായണം ചെയ്യുമ്പോഴും പ്രതിഫലമുണ്ട്. അതിനപ്പുറത്ത് കേവല പാരായണ ഗ്രന്ഥമാക്കി ഖുർആൻ അവഗണിക്കുന്നവരായി നമ്മൾ മാറരുത്. ആ ഖുർആനെ കുറിച്ച് ചുറ്റാലോചിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. എങ്കിലേ നമ്മൾ ഖുർആനുമായിട്ടുള്ള സമീപനങ്ങൾ ശരിയാവൂ. മുൻഗാമികൾ 3 രൂപത്തിലാണ് ഖുർആനെ സമീപിച്ചത്. 1, അതിന്റെ പാരായണമാണ്. 2, അതിനെക്കുറിച്ച് ചുറ്റാലോചിച്ച് ആയത്തുകൾ മനസ്സിലാക്കി പാരായണം ചെയ്യുക. 3-ാമത്തെ വിഷയം അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക എന്നതാണ്. ഈ നിലയ്ക്കാകണം അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി തേടുമായിരുന്നു. അതുപോലെ ശിക്ഷകൾ, അദാബിനെ കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുമായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. അത് നിർബന്ധമാണ്, എല്ലാവരുടെ മേൽ നിർബന്ധം. അത് പണ്ഡിതന്മാര് പഠിച്ചോളും. പണ്ടൊക്കെ നമ്മുടെ കാലത്ത് ഖുർആന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൗരോഹിത്യം അങ്ങനെ ആളുകളെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിട്ടിരുന്നു. പക്ഷേ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കടന്നു വന്ന് വലിയ മാറ്റമാണ് സമൂഹത്തിലുണ്ടായി. ഖുർആൻ പഠിക്കാൻ തുടങ്ങിയ ആളുകൾ, അല്ലെ? നമ്മുടെ പള്ളിയിൽ കുത്തുബയ്ക്കപ്പുറത്ത്, കുട്ടികൾ മദ്രസയ്ക്കപ്പുറത്ത് ഖുർആൻ പഠിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ ഉണ്ട് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അല്ലെങ്കിൽ ഖുർആൻ അതിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിന്റെ പഠിതാക്കളൊക്കെ അത് ശ്രദ്ധിച്ചു പഠിക്കണം. അതോടൊപ്പം വെളിച്ചം ഖുർആൻ പഠന പദ്ധതി ISM നടത്തുന്ന ഏറ്റവും വലിയ ഒരു കേരളത്തിലെ വലിയ ദഅ്വാ പ്രവർത്തനമാണ് വെളിച്ചം എന്ന് പറയുന്നത്. അതിന്റെ ഒരുപാട് 100-ലധികം പഠിതാക്കളാണ് നമ്മുടെ ഈ സെന്ററിൽ നിന്നുള്ളത് എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും അമാന്തിച്ചു നിൽക്കുന്നവർ മുന്നോട്ട് വരികയും ഖുർആൻ പഠിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളായി, അഹ്ലുകാരായി മാറാൻ
നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവചനം ഖുർആനുമായി വരുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ലാ തസ്മൗ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത് എന്നാ പറഞ്ഞു. അതിന് അവര് പല ന്യായങ്ങളും അവിടെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. അതുപോലെ ഇന്ന് ഈ ഖുർആനിലേക്ക് ആളുകൾ അടുക്കാതിരിക്കാൻ, ഖുർആൻ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ്, ഭീകരവാദത്തിന്റെ ഗ്രന്ഥമാണ്, വർഗീയതയുടെ ഗ്രന്ഥമാണ്, സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞ് ആ നിലക്ക് അതൊക്കെ ഉദ്ദേശം എന്താണ്? ഖുർആൻ ആരും കേൾക്കരുത്. ഖുർആൻ കേട്ടാൽ അതിന്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആളുകൾക്ക് മാറ്റമുണ്ടാകും. സഹോദരങ്ങളെ, കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അതിനെതിരെയുള്ള ശക്തമായ ഒരു ജിഹാദാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ISM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പഠിതാക്കൾ, മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ വരെ, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും, അമുസ്ലിം സഹോദരങ്ങൾ വരെ ഈ വെളിച്ചം പദ്ധതിയിൽ പഠിക്കുകയും അതിൽ ധാരാളം നല്ല മാർക്കുകൾ കരസ്ഥമാക്കി വിജയിക്കുകയും ചെയ്ത വീഡിയോകളൊക്കെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാകണം. സാമ്പത്തികമായ സഹായം അതിനുവേണ്ടി ചെയ്യണം. ഇന്നത്തെ നമ്മുടെ പിരിവ് വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ സംസ്ഥാന സംഗമം നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം അതിന്റെ പ്രചരണ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം. ഇൻഷാ അള്ളാഹ് ഈ വരുന്ന ഞായറാഴ്ച 17ാം സംസ്ഥാന വെളിച്ചം സംസ്ഥാന സംഗമം മെയ് 18-ാം തീയതി ഞായറാഴ്ച നടക്കുകയാണ്. കാഞ്ഞങ്ങാട് പാലേഡിയം കൺവെൻഷൻ സെന്ററിലാണ് വിപുലമായ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ISM നടത്തുന്ന ഏറ്റവും വലിയൊരു സേവാപ്രവർത്തനമാണ്. എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ കൊണ്ട് കഴിയുന്ന ആളുകളെയൊക്കെ അവിടെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. ഇനിയും ഈ ദഅവത്ത് വിശാലമാകണം. കൂടുതൽ ആളുകളെ ഈ പഠനത്തിലേക്ക്, സംരംഭത്തിലേക്ക് കൊണ്ടുവരാനും നമ്മളൊക്കെ ആത്മാർത്ഥമായി അതിൽ ഭാഗവാക്കാകാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് 9:30 തന്നെ പ്രോഗ്രാം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടക സ്പീക്കർ മുഖ്യാതിഥിയായിട്ടുള്ള പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന പല സഹോദരങ്ങളും രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എല്ലാവരും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ആദർശ ബന്ധുക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവിടെ രോഗങ്ങൾക്ക് ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് നിർഭയത്വത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار واجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.